നീതിമാന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു നീതിമാന്റെ ജീവിത വഴി എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ സൂചനയാണ് 1-ാം സങ്കീർത്തനത്തിൻ്റെ ഈ 2 വചനങ്ങൾ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിത വഴി ക്രമീകരിക്കുമ്പോൾ യേശുവിൻ്റെ ന്യായപ്രമാണത്തിൽ, ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശീലിക്കണം. ഈ ലോകത്തിൻ്റെ പീഡകളും പ്രശ്നങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായി, പ്രതിബന്ധങ്ങളായി നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? വചനത്തിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ്. ഇതാകുന്നു വഴി, ഇതിലെ പോവുക എന്ന് പറഞ്ഞ് വഴി കാണിച്ചു തരാമെന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞു. താൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യഥാർത്ഥ വഴി പകർന്നു തരുവാൻ തമ്പുരാൻ തയ്യാറുള്ളപ്പോൾ സ്വന്തം വഴിയെ തിരഞ്ഞെടുത്ത് ആ വഴിയെ പോകുന്നവൻ വചനപ്രകാരം വിളിക്കുന്ന പേര് ഭോഷൻ. നാം ഭോഷനാകരുത്. നിസ്വർഗീയമായ ആരാധനയിൽ ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള തീരുമാനമാണ് നാം എടുക്കേണ്ടത്. ഈ ലോകം പകർന്നു നൽകുന്ന വാക്കുകൾ, ഈ ലോകത്തിലെ മനുഷ്യർ നൽകുന്ന ഉപദേശങ്ങൾ, ഇതൊക്കെ പ്രത്യാശയില്ലാത്തതും ദുഃഖങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും സമ്മാനിക്കുന്നതുമൊക്കെയാണ്. ദൈവവചനമോ നമുക്ക് കരുത്തു നൽകുന്ന തമ്പുരാന്റെ മൊഴികളാണ്. അത് ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു തന്നെയാണ് വചനമാം. ആ വചനമാം ദൈവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ദൈവവചനത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായി നിലനിർത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ അനുഗ്രഹീത ആരാധന നമുക്ക് പ്രേരകമാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരും ദൈവവചനത്തിന്റെ ആത്മീയമായ കരുത്ത് ഉൾക്കൊണ്ട് വചനാധിഷ്ഠിത ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരാം. ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് നമുക്ക് തമ്പുരാനെ പാടി ആരാധിക്കാം. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കയില്ല. ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണുപോകില്ല. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കയില്ല. ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണുപോകില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ലേ നീ, വചനം വിട്ടൊരു നാളും പോകില്ലേ നീ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ലേ നീ, വചനം വിട്ടൊരു നാളും പോകില്ലേ നീ. വചനത്തിൽ ഉറച്ചു നിന്നാൽ
വചനത്തിൽ പിടിച്ചു നിന്ന ഒരു നാളും വീണുപോകില്ല. പ്രത്യാശയില്ലാത്ത വാക്കൊന്നും കേൾക്കരുതേ, നിരാശരാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കരുതേ. പ്രത്യാശയില്ലാത്ത വാക്കൊന്നും കേൾക്കരുതേ, നിരാശരാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കരുതേ. അസാധ്യമാണെന്നു കരുതി നീ മാറിപ്പോകല്ലേ, അത്ഭുതം ചെയ്യുവാൻ യേശു നിന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമാണെന്നു കരുതി നീ മാറിപ്പോകല്ലേ, അത്ഭുതം ചെയ്യുവാൻ യേശു നിന്റെ കൂടെയുണ്ടല്ലോ. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കയില്ല. ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണുപോകില്ല. ദോഷത്തിനായല്ല ഈ നല്ല ദൈവവചനം, നാശത്തിനായല്ല പത്യോപദേശങ്ങളും. ദോഷത്തിനായല്ല ഈ നല്ല ദൈവവചനം, നാശത്തിനായല്ല പത്യോപദേശങ്ങളും. ആദ്യമൊക്കെ അത് കൈപ്പായി തോന്നിയാലും അന്ത്യത്തിലോ അത് മധുരമായി മാറിടുമേ. ആദ്യമൊക്കെ അത് കൈപ്പായി തോന്നിയാലും അന്ത്യത്തിലോ അത് മധുരമായി മാറിടുമേ. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കയില്ല. ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണുപോകില്ല. ചൂള പോലുള്ള കഷ്ടങ്ങൾ വന്നിടിലും ഏറ്റം നുറുക്കത്തിൽ കൂടി നീ പോയിടിലും. ചൂള പോലുള്ള കഷ്ടങ്ങൾ വന്നിടിലും ഏറ്റം നുറുക്കത്തിൽ കൂടി നീ പോയിടിലും. പൂർവസ്ഥിതി വെറും അല്പമായി തോന്നിയാലും അന്ത്യസ്ഥിതിയേറ്റം മേന്മയായി മാറ്റിടുമേ. പൂർവസ്ഥിതി വെറും അല്പമായി തോന്നിയാലും അന്ത്യസ്ഥിതിയേറ്റം മേന്മയായി മാറ്റിടുമേ.
ഞാൻ ഒരു നാളും വീഴുപോകില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ അതെന്തിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്? ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചാണത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദാനമായി നൽകുന്ന വലിയൊരു സമ്മാനമാണ് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വായനയ്ക്കായി ഉപയോഗിക്കാം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ചിന്തകളും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വെളിപ്പെടുത്തുന്ന മർമ്മങ്ങളും, ഇത് രണ്ടും വ്യത്യാസമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം? The word of God, ദൈവത്തിന്റെ വചനം. അത് ക്രിസ്തു തന്നെയാണ്. വചനമാം ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ വന്ന് അവതരിച്ചു. യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെ പറഞ്ഞു: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തു. എത്ര ശ്രേഷ്ഠമാണ് ഈ അനുഭവം! എത്ര നന്മയാണ് ഈ അനുഭവം! ദൈവമായ കർത്താവ് മനുഷ്യന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മയാണ് വചനത്തെ നമ്മുടെ മധ്യേ മനുഷ്യനായി യേശുവായി വസിക്കാൻ അനുവദിച്ചു എന്നത്. ആ തിരുവചനം പരിശുദ്ധാത്മാവിനാൽ ഇന്നും നമ്മുടെ മധ്യേ സജീവമാണ് എന്നത്. ഈ വചനത്തെ എൻ്റെ ജീവന്റെ ആധാരമായി എടുക്കാൻ സ്വർഗ്ഗം നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവവചനമാകുന്ന നന്മ നിരന്തരം നമ്മിൽ പ്രവഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാനെ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം. വചനത്താൽ നമ്മെ കൺമണി പോലെ നിരന്തരം പോറ്റുന്ന പൊന്നുനാഥനെ നമുക്ക് നന്ദിയോടെ ആരാധിക്കാം. കൂരിരുൾ നിറഞ്ഞ ഇരുണ്ട ജീവിത വഴികളിൽ വെളിച്ചമായി, ദീപമായി, പ്രകാശമായി നമ്മുടെ മുന്നിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ആരാധിക്കാം. ക്രൂരത നിറഞ്ഞ, നൊമ്പരങ്ങൾ നിറഞ്ഞ ജീവിത വഴികളിൽ നമ്മെ മുറിവേറ്റ അവസ്ഥയിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കാനെത്തുന്ന നല്ല ശമരിയാക്കാരനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വചനമാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് പ്രഖ്യാപിക്കാം: വചനമാണ് എൻ്റെ ജീവന്റെ ആധാരം, വചനമാണ് എൻ്റെ രക്ഷാസങ്കേതം. നന്മകൾ നൽകുന്ന തമ്പുരാനെ, ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് നിരന്തരം നന്മകൾ നൽകുന്ന തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആമേൻ.
നന്മകളെന്നും നൽകിയിടുന്ന നല്ല നാഥനേ, കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ, നന്മകളെന്നും നൽകിയിടുന്ന നല്ല നാഥനേ, കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. കൂരിരുൾ മൂടും വഴികളിലെന്നും ദീപം നീയല്ലോ, ക്രൂരത നിറയും വീഥികളിൽ നീ നല്ല ശമരൻ. നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം, നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, ഇന്നും ദൈവത്തെ ആരാധിക്കാം ചേർന്ന്. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, സ്തോത്രം ചെയ്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം എല്ലാവരും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, ഇന്നും ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ വഴികളിൽ ജയവും വിജയവും എല്ലാം തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. യേശു കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിന് ശേഷം സാത്താൻ യേശുവിന്റെ അടുക്കൽ സമീപിക്കുകയാണ്. 3 സുപ്രധാന പരീക്ഷണങ്ങൾ. ഒന്ന്, ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. 40 ദിവസം ഭക്ഷണമില്ലാതെ ഉപവസിച്ച യേശുവിന് പ്രലോഭനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണമായിരുന്നു കല്ലിനോടപ്പമാകാൻ ആവശ്യപ്പെട്ട പരീക്ഷണം. എന്നാൽ ആ പരീക്ഷണത്തെ യേശു ജയിച്ചത് വചനം കൊണ്ടാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. യേശു അർത്ഥമാക്കിയത് ഇതാണ്: അപ്പത്തേക്കാൾ ജീവനാധാരം വചനമാണ്. 40 ദിവസം അപ്പം ഭക്ഷിച്ചില്ല എന്നതിനേക്കാൾ ദൈവത്തിന്റെ വചനമായ ആഹാരം താൻ ഭക്ഷിച്ചു എന്നതാണ് പ്രധാനം. ഇന്ന് ഈ സ്വർഗീയ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവവേദലേ, നീയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്: നിന്റെ ജീവിതപാതയിൽ ജയവും വിജയവും തീരുമാനിക്കുന്നത് എന്താണ്? നീ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നതിൽ നിന്നാണ്. അനുദിന അന്നത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ ദൈവവചനമാകുന്ന വിരുന്നുണ്ണാൻ മറക്കുന്നു. നിന്റെ ആയുസ്സിന്റെ ബലവും നിന്റെ മനസ്സിന്റെ സമാധാനവും ദൈവത്തിന്റെ കരുതലും എല്ലാം നീ ആസ്വദിക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. ആ വചനമാണ് കൃപയുടെ ഉറവിടം. ആ വചനത്തിലൂടെയാണ് കൃപയുടെ നിറവ് സൃഷ്ടാവ് നിനക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിത വഴികളിലെ ജയവിജയങ്ങൾ തീരുമാനിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആരാധിക്കാമോ? ഹൃദയം തുറന്ന് ആരാധിക്കാമോ? എല്ലാം തമ്പുരാന്റെ ദാനമാണ്. എല്ലാം ദൈവവചനത്തിന്റെ നിയന്ത്രണമാണ്. ആമേൻ. നീ
സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം പാടും ഞാൻ വാഴ്ത്തിപ്പാടിടും എന്നും എന്നാളും സ്തോത്രം പാടും ഞാൻ വാഴ്ത്തിപ്പാടിടും സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം പാടും ഞാൻ വാഴ്ത്തിപ്പാടിടും എന്നും പാടി ആരാധിക്കാം ചേർന്ന്. ഹല്ലേലൂയ 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 ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സാത്താന്റെ ഒരു തന്ത്രത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. സാത്താനെ ഇവിടെ വിളിക്കുന്ന പേര് ഈ ലോകത്തിന്റെ ദൈവം എന്നാണ്. മനുഷ്യഹൃദയങ്ങളെ അവൻ കുരുടാക്കി കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞത്? സുവിശേഷത്തിന്റെ വെളിച്ചം മനുഷ്യഹൃദയത്തിൽ ശോഭിക്കാതിരിക്കാൻ. സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെയും കുരുടാക്കി കളഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്തിന്? സുവിശേഷത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ശോഭിക്കാതിരിക്കാൻ. നമ്മുടെ ഉള്ളിൽ സുവിശേഷം ശോഭിച്ചാൽ പിന്നെ സാത്താന് നിലനിൽപ്പില്ല. അവന്റെ രാജ്യം അവസാനിച്ചു. അതുകൊണ്ട് സുവിശേഷം എൻ്റെ ഉള്ളിൽ എന്നും അന്ധമായിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നു. ദൈവവൈതലേ, ഈ സുവിശേഷം നിന്റെ ഉള്ളിൽ ഒന്ന് തെളിയിക്കണം. ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ദൈവവൈതലേ നിന്റെ ഹൃദയവും തുറക്കപ്പെടണം. അപ്പോൾ വെയിലേറ്റ് വാടിത്തളർന്ന നിന്റെ ജീവിതത്തിൽ തണലായി വചനം നിൽക്കും. നിന്റെ കണ്ണുകൾ നൊമ്പരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയം കൃപയുടെ മഴയായി, സാന്ത്വനത്തിന്റെ പേമാരിയായി ദൈവവചനം നിന്റെ ഉള്ളിൽ വസിക്കും. ആശ്വാസത്തിന്റെ തലോടലായി, സ്പർശനമായി കർത്താവിന്റെ സാന്നിധ്യം വചനത്തിലൂടെ നീ ആസ്വദിക്കും. സമർപ്പിക്കാമോ? സമ്പൂർണമായി സമർപ്പിക്കാമോ? പൊരിഞ്ഞ വെയിലിൽ തണലായി, നിറഞ്ഞ നോവിൽ മഴയായി വചനമാം ദൈവമേ എൻ്റെ ഉള്ളിൽ ഒഴുകിയിറങ്ങണമേ. നമുക്ക് തന്ന കർത്താവിനെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം എല്ലാവരും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തി പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം
പാടും